നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് തീർത്തും അപഹാസ്യകരമെന്ന് VK ശ്രീകണ്ഠൻ MP. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചേറ്റൂർ 169ാം ജന്മവാർഷിക അനുസ്മരണം. മങ്കരത്താവളത്ത് BJP കോങ്ങാട് മണ്ഡലം കമ്മിറ്റി ചേറ്റൂർ അനുസ്മരണം നടത്തി. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറുമെന്ന് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി. കണയം ചെറിയ തോടിന്റെ ഭിത്തി തകർന്ന് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കുത്തിയൊഴുകുന്നു. കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന കർഷകർ. തോട് നവീകരിച്ചത് നവാഡ് പദ്ധതി. പ്രവൃത്തിയിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഗാന്ധിജിയെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തവർ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചേറ്റൂർ ശങ്കരൻ നായർ 169ാം ജന്മവാർഷികം അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. കോൺഗ്രസിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രമാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഒരു ശ്രമവും നടത്താത്തവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. ഇതൊന്നും വിലപ്പോകില്ല. ചരിത്രത്തെ വളച്ചൊടിച്ചാലും തിരുത്തിയെഴുതിയാലും തേഞ്ഞ ഇല്ലാതാവില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നുള്ള ഒരു പാർട്ടിയാണ് BJP. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളത് കുപ്രസിദ്ധമായ ചരിത്രമായി BJP നിലനിൽക്കുമ്പോൾ അവര് വൃദ്ധ ഒരു വ്യായാമം നടത്തുകയാണ്. കോൺഗ്രസിന്റെ രാജ്യസ്നേഹികളുടെ പാരമ്പര്യം പൈതൃകവും ഞങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നു വ്യാജ പ്രചരണം നടത്തുകയാണ്. അപ്പൊ BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ടയും നമുക്കറിയാം. ചേറ്റൂർ ശങ്കരൻ നായർ മലയാളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ജന്മം കൊണ്ട് പാലക്കാട് മങ്കരക്കാട്. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, സെക്രട്ടറി V രാമചന്ദ്രൻ, ബോബൻ മാട്ടുമന്ത, സുധാകരൻ പ്ലാക്കാട്ട്, പ്രേം നവാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മങ്കരത്താവളത്ത് BJP കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ചേറ്റൂർ ശങ്കരൻ നായർ 1857 ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഉയർന്ന പല നിലകളിൽ 1857 ജനിച്ച ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിശ്ചയിച്ച നേതാവായി. 1897 നടന്ന അമരാവതി കോൺഗ്രസിൽ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. അതിനുശേഷം 1906 അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായും അതിനുശേഷം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായും വിദ്യാഭ്യാസ മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് ജീവിച്ചിരിക്കുമ്പോഴും കണ്ടിരുന്നില്ല. അതിനുശേഷവും അദ്ദേഹത്തെ സ്മരിക്കപ്പെടുകയുണ്ടായി. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഭാസ്കരൻ PV, സജി ദാമോദരൻ, VC ബാലകൃഷ്ണൻ, സരസ്വതി ഉണ്ണികൃഷ്ണൻ, സുനീഷ് ഭരതക്കാട്, സജീവ് മങ്കര, ഷീബ സജീവ്, പ്രവീൺ ഭരതക്കാട്, പ്രേംരാജ് KK, മോഹനകണ്ണൻ PK, VS ഭഗത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സർ C ശങ്കരൻ നായരുടെ ജന്മദിനവും അനുസ്മരണവും മങ്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. രാവിലെ പുഴയോരത്തെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങ് പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ശംസുദ്ദീൻ മങ്കര, മണ്ഡലം ട്രഷറർ സന്തോഷ്, സൈനുദ്ദീൻ കുനിയമ്പാടം, അയ്യൂബ് മങ്കര എന്നിവർ സംസാരിച്ചു. LSN എന്ന് പറയുന്ന ലേഡി ശങ്കരൻ നായർ എന്ന പേരിലുള്ള ഒരു LSN കോൺവെന്റ് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു വിദ്യാലയമാണ്. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്ന് ഈ രാജ്യത്ത് പിന്നീട് വന്ന നമ്മുടെ ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവരുടെ പ്രവർത്തനശൈലിയുമായി ബന്ധപ്പെട്ടു പോകാൻ കഴിയാത്തതുകൊണ്ടും അദ്ദേഹം ഈ ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെയും മറ്റു സമരങ്ങളെയൊക്കെ തന്നെ CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ കൈമാറുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിനെതിരെ CPMലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് K. നിഷാദ് ആരോപിച്ചു. 10 കോടി രൂപയോളം കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിഡ്രോ പോയിരിക്കുന്നു. അത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലോണുകൾ കൊടുത്തിട്ടും തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ അതിൽ യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പൈസ ഈ സഹകരണ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സമാന്തരമായ ഒരു ലെഡ്ജർ വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത്. കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം ഒന്നും കയറില്ല. ഒരു വർഷത്തേക്ക് FD ഇടുന്ന സമയത്ത് അതിൽ 3 മാസം, അവസാനത്തെ 3 മാസം മാത്രമാണ് ഇത് FD ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ. ഒരു ലെഡ്ജർ വേറെ വെച്ചുകൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു. ഇതൊക്കെ ബാങ്കിൽ ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നത്. CPMന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കള് ഇതിനെതിരായിട്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കൾക്കൊക്കെ ഇതിനെതിരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള തെളിവുകൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വായ്പ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. അദാലത്തില്ലാതെ തന്നെ വായ്പ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത്. നിയമനത്തിന് ആവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു. വ്യാപകമായിട്ട് നിയമനങ്ങൾ നടക്കുന്ന തട്ടിപ്പ് നമുക്കറിയാം. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ട് ഈ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള ആള് തന്നെ വ്യാജരേഖ വെച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അന്യ സംസ്ഥാനത്ത് പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നത്. ആ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പല ആളുകളും വേണ്ട ഡിഗ്രിയോ അല്ലെങ്കിൽ വേണ്ട വിദ്യാഭ്യാസമോ ഇല്ലാതെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലെഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത്. സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകുന്നുണ്ട്. തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു. BJP ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ, സെക്രട്ടറി രാജൻ, കുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയം ചെറിയ തോടിന്റെ ഭിത്തി തകർന്ന് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഒഴുകുന്നു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തോടാണിത്. വെള്ളമൊഴുകുന്നതിനാൽ കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാരുടെ പരാതി. തോടിന്റെ ഭിത്തി തകർന്നത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും കൃഷി വകുപ്പിനും പരാതി നൽകുമെന്ന് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. ബൂത്ത് പ്രസിഡന്റ് മുനീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TY ശിഹാബുദ്ദീൻ, P. മുഹമ്മദ്, കൃഷ്ണൻകുട്ടി, ലീല, OM ഗോപികൃഷ്ണൻ, സയ്യിദ് മുഹമ്മദ് അലി, സയ്യിദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 12 ലിറ്റർ വിദേശമദ്യവുമായി സ്കൂട്ടറിൽ വിൽപ്പന നടത്തുന്ന യുവാവിനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുറച്ചുനാളായി പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കുന്നംകുളം കടങ്ങോട് പാറപ്പുറം ദേശത്ത് കൊരയണ്ടക്കാട്ടിൽ വീട്ടിൽ ബാലന്റെ മകൻ 42 വയസ്സുള്ള ബൈജുവിനെയാണ് എക്സൈസ് സംഘം ജീൻ സൈമൺ സംഘവും അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി, നെല്ലുവായ്, കടങ്ങോട് ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് മദ്യം സ്കൂട്ടറിൽ എത്തിച്ചു കൊടുത്തിരുന്ന സമയത്താണ് പിടികൂടിയത്. 24 കുപ്പികളിലായി 12 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യമാണ് പിടിച്ചെടുത്തത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി അമിത വിലയ്ക്ക് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. കുറച്ചുനാളുകളായി വടക്കാഞ്ചേരി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിലും മേഖലയിൽ ശക്തമായ പട്രോളിംഗും നിരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ ജീൻ സൈമൺ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, V. പ്രശാന്ത്, KV ഷാജി, സിഇഒമാരായ അജീഷ് കുമാർ, യദുൽ കൃഷ്ണ, വനിതാ CEO നൂർജ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. ഏതാനും വർഷം മുമ്പ് ആരംഭിച്ച തിരുവില്ലാമല നാലമ്പല ദർശനത്തിന് 10,000-കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നതെന്നും രവീന്ദ്രൻ പറഞ്ഞു. തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മുഴിക്കുളം, പായമ്മൽ നാലമ്പല ക്ഷേത്ര ദർശനം കൂടാതെയാണ് തിരുവില്ലാമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുഴൽമന്ദം, പുൽപ്പരമന്ദം ഭരതക്ഷേത്രം, കുത്തനൂർ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ബന്ധിപ്പിച്ച് നാലമ്പല ദർശനമൊരുക്കുന്നത്. 22 കിലോമീറ്റർ യാത്രയിൽ നാലമ്പല ദർശനം നടത്താമെന്നതും രാമലക്ഷ്മണന്മാരുടെ സന്തത സഹചാരിയായ ഹനുമാനെ തൊഴാനും തിരുവില്ലാമല നാലമ്പല ദർശനത്തിൽ കഴിയും. ദർശനത്തിനെത്തുന്നവരുടെ സൗകര്യത്തിനായി ആരോഗ്യം, ഗതാഗതം എന്നീ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കർശന തിരക്ക് പരിഗണിച്ച് ക്ഷേത്രങ്ങളിലെ ദർശന സമയം വർദ്ധിപ്പിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പല ദർശനം ആരംഭിച്ച് ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ എന്നീ സ്ഥലങ്ങളിലെ ലക്ഷ്മണന്റെയും അതുപോലെ തന്നെ ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രത്തിലാണ് വിഖ്യാതമായിട്ടുള്ള നാലമ്പല ദർശനം നടന്നു വന്നിരുന്നത്. ഏതാനും വർഷങ്ങളായി വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ രാമ ലക്ഷ്മണ ദർശനം നടത്തി അതിനെ തുടർന്ന് പിന്നെ പുൽപ്പരമന്ദത്തെ ഭരതക്ഷേത്രവും കുന്നത്തൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന കുത്തന്നൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന നാലമ്പല ദർശനവും കൂടിയുള്ള ഒരു തീർത്ഥാടനം ഏതാനും വർഷങ്ങളായി കൊച്ചിൻ ദേവസ്വം ബോർഡും മറ്റ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി സംയുക്തമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം അതിനായിട്ടുള്ള പ്രത്യേകമായ സജ്ജീകരണങ്ങൾ നമ്മൾ വില്യാദ്രിനാഥ ക്ഷേത്രത്തിൽ തുടങ്ങി ഈ കുത്തന്നൂരിലെ അതുപോലെ തന്നെ കൽക്കുളത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നാലമ്പല ദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള വിപുലീകൃതമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ക്ഷേത്രം പ്രതിനിധികളായ രാമദാസ്, വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ വ്യാപാര ഭവന്റെ 9ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിലെ വ്യാപാരിയുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സദസ്സും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. സംസ്ഥാന ജൂനിയർ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ ആദിദേവ് S നായരെയും ആദരിച്ചു. ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുദേശ്, യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി, വൈസ് പ്രസിഡന്റ് MP രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. മങ്കര NSS കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു. പ്രശസ്ത യോഗാചാര്യനും പ്രഭാഷകനുമായ ഗുരുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് സന്ദർഭമാണ്. നിങ്ങൾ മഹാഭാരതവും ഭാഗവതം പൂർണ്ണമായിട്ടും നോക്കിക്കോളൂ. 2 സന്ദർഭങ്ങളിൽ ഭഗവാൻ ചെയ്യിച്ചിട്ടില്ല എന്ന് പറയണം. ബാക്കിയൊക്കെ കൂളായിട്ട് ജീവിതത്തിൽ നമ്മൾ വളരെ ലാഘവത്തോട് കൂടിയിട്ട്, അതായത് ഒരു വലിയ ഗ്രന്ഥകാരൻ പറഞ്ഞത് ലൈഫ് ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ചൊരു ഈശ്വരൻ ഈ ലോകത്തിൽ ഉണ്ടാവില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോയില്ല. ഈശ്വരനായിട്ട് ഗീതാ മഹാത്മ്യ പ്രഭാഷണം നടന്നു. യോഗം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുരളീമങ്കര, ശിവൻ ശാരദാലയം, മോഹൻദാസ് പാലാട്ട് എന്നിവർ സംസാരിച്ചു. വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ജ്ഞാനപാന ആലാപനവും നടന്നു. സമുദായാംഗങ്ങളിൽ ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കുന്നതിനായാണ് ഗീതാ മഹാത്മ്യ ക്ലാസിന് തുടക്കം കുറിച്ചതെന്നും സ്ഥിരമായി ഗീതാ പഠന ക്ലാസുകൾ നടത്തുന്നതിനുള്ള ശ്രമത്തിലാണ് കരയോഗം ഭാരവാഹികളെന്നും അറിയിച്ചു. ഈ ഗീതാ പ്രഭാഷണം ഇന്ന് കരയോഗത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ തന്നെ ആധ്യാത്മിക ക്ലാസുകൾ കരയോഗത്തിൽ സംഘടിപ്പിക്കാൻ കരയോഗ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഗുരുപൂർണിമ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും കരയോഗ കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് തീർത്തും അപഹാസ്യകരമെന്ന് VK ശ്രീകണ്ഠൻ MP. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചേറ്റൂർ 169ാം ജന്മവാർഷിക അനുസ്മരണം.
മങ്കര താവളത്തെ BJP കോങ്ങാട് മണ്ഡലം കമ്മിറ്റി ചേറ്റൂർ അനുസ്മരണം നടത്തി. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ നടക്കുന്ന കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറുമെന്ന് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി. കണയം ചെറിയ തോടിന്റെ ഭിത്തി തകർന്ന് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കുത്തിയൊഴുകുന്നു. കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന കർഷകർ. തോട് നവീകരിച്ചത് നവാഡ് പദ്ധതി. പ്രവൃത്തിയിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.